ഉണ്ണികൃഷ്ണനുള്ള സാർ നമസ്കാരം. സാർ, ഇന്നലെ നമ്മുടെ മഹാകുംഭമേള 12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് തുടക്കമായി. ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം യോഗി സർക്കാർ ഈ മഹാകുംഭമേള അതിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ട് ഏതാണ്ട് 15,000 കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. ചിലയിടത്ത് തുക കുറച്ച് പറയുന്നു, ചിലയിടത്ത് കൂട്ടി പറയുന്നു. എന്തായാലും വലിയ തോതിൽ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഉയരുന്ന വിമർശനം, ഇതൊരു മതേതര രാജ്യത്ത് ഇങ്ങനെ ചെയ്യാമോ? ഇത് ഇത്രയും പണം ചെലവഴിച്ച് ഒരു ആഘോഷം, ഒരു വിഭാഗത്തിൻ്റെ ആഘോഷം ഇത്രയും പൊലിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ചോദ്യം ഉയരുന്നത്. എന്താണ് സാർ ഇതിൻ്റെ സത്യാവസ്ഥ? എന്താണ്? യോഗി സർക്കാർ ഈ പറയുന്നത് പോലെയാണോ പ്രവർത്തിച്ചിരിക്കുന്നത്? എന്താണ്, അതൊന്ന് വിശദമാക്കാമോ? കൂപമണ്ഡൂകം, പൊട്ടക്കിണറ്റിൽ തവളകൾ നേരിട്ടില്ലേ, ഇവരാണ് ഈ അഭിപ്രായം പറയുന്നത്. 15,000 കോടി രൂപ മുടക്കി ആ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഈ മേള കഴിയുമ്പോൾ ഈ സംസ്ഥാനത്തിന്, അതുവഴി ദേശത്തിന് കിട്ടാൻ പോകുന്ന റവന്യൂ 2 ലക്ഷം കോടി കവിയും എന്നാണ് അടിസ്ഥാനപരമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2 ലക്ഷം കോടി രൂപ അത്രയും റവന്യൂ വരുമാനം ഉണ്ടാകും. നമുക്ക് അതിലേക്ക് വരാം. ഇന്ന് ഈ ത്രിവേണി സംഗമം, പ്രയാഗ്രാജിലെ ത്രിവേണി സംഘം, ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ തീരം ഇന്ന് എക്കണോമിക്സിൽ അറിയപ്പെടുന്നത് പോപ്പ്-അപ്പ് എക്കണോമി എന്നാണ്. പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു സാമ്പത്തിക മേഖല. എക്കണോമിക്സിൽ ഈ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ പോപ്പ്-അപ്പ് എക്കണോമിക് സോൺ. നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറയുന്നത് പോപ്പ്-അപ്പ് എക്കണോമിക് സോണായി മാറിയിരിക്കുകയാണ്. അതുവഴി കിട്ടുന്ന വരുമാനത്തിന് കുംഭ് കറൻസി, കുംഭമേളയുടെ കുംഭ് കറൻസി എന്നാണ് എക്കണോമിക്സിൽ ഇപ്പോൾ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രയാഗ്രാജ് ഒരു പോപ്പ്-അപ്പ് എക്കണോമിക് സോണും അതുവഴി ലഭിക്കാൻ പോകുന്ന 2 ലക്ഷം കോടി രൂപ എക്കണോമിക്സിൽ കുംഭ് കറൻസി, ഈ പെട്രോളിയം ബിസിനസ്സിൽ നിന്ന് വരുന്നതിന് പെട്രോ ഡോളർ എന്ന് പറയുന്നതിൽ ഇത് കുംഭ് കറൻസി എന്ന പേര് തന്നെ ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വരുന്ന 40 കോടി ജനങ്ങളാണ്. അതായത് ദിനം പ്രതി 90 ലക്ഷം സന്ദർശകരെ, പിൽഗ്രിംസ് ആണ് ഇവിടേക്ക് വരുന്നത്, തീർത്ഥാടകർ. നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ 3.5 കോടിയാണ്. ഇതിൻ്റെ 10 മടങ്ങാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഒരു ഓണാഘോഷം നടക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രധാന വ്യവസായങ്ങളൊക്കെ പച്ചപിടിക്കുന്നത്. ഈ 40 കോടി ജനങ്ങൾ ഈ കുംഭമേളയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവിടെ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് അടിസ്ഥാനപരമായി നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഉണ്ടാകുന്ന റെയിൽ, വ്യോമ, റോഡ് ഗതാഗതം, ഇതുവഴി ഉണ്ടാകുന്ന വരുമാനം, ഈ വരുമാനത്തിൻ്റെ കാണാപ്പുറങ്ങളുണ്ട്. ഞാൻ പറയാറില്ല, ഒരു വാഹനം നിരത്തിലിറങ്ങി ഓടുമ്പോൾ അതുവഴി കിട്ടുന്ന ഇൻഷുറൻസ് കമ്പനി, ഫ്യൂവൽ കമ്പനി, സ്പെയർ പാർട്സ് കമ്പനി, ഡ്രൈവർ ഉൾപ്പെടെയുള്ള അതിന്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ, ആ കണക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 2 ലക്ഷം എന്നുള്ള ഒരുപക്ഷെ 10 ലക്ഷം കോടിയുടെ മുകളിൽ പോയി നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാഹന രംഗത്ത്, ഗതാഗത രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടവും എക്കണോമിക് സാമ്പത്തിക നേട്ടവും, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ റൊട്ടി, കപ്പട, മക്കാൻ, അതാണല്ലോ ഇന്ത്യയിലെ ഒരു മുദ്രാവാക്യം. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്ത്സ്. ഭക്ഷണം, വസ്ത്രം, സുരക്ഷിതമായ അന്തിയുറങ്ങാനുള്ള ഭവനം, ക്ലോത്ത് അങ്ങോട്ട് മാറ്റി നിർത്താം. ഈ ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഈ 40 കോടി ജനങ്ങളുടെ ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഇതിൽ അഫോർഡബിൾ, വളരെ 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 റിച്ച് ആയിട്ടുള്ള പിൽഗ്രിംസ് ഉണ്ട്. നമ്മുടെ ആപ്പിളിന്റെ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ, അവര് കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയായി. അത്തരം വിസിറ്റേഴ്സിനെ പ്രതീക്ഷിച്ച് 1 ലക്ഷം രൂപ റെന്റുള്ള സ്യൂട്ട് ടെന്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരാതിപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും വേണ്ട. അത് അഫോർഡ് ചെയ്യാൻ ചെയ്യുന്നവർ അഫോർഡ് ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങി സാധാരണ ഹോം സ്റ്റേകൾ വഴി ഇതിന്റെ പ്രയോജനം ലഭിക്കുകയാണ്. സാധാരണ ഹോം സ്റ്റേകൾ മുതൽ 1 ലക്ഷം രൂപ റെന്റ് കിട്ടുന്ന ടെന്റുകൾ വരെ, സ്യൂട്ട് ടെന്റുകൾ വരെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ 40 കോടി ജനങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷനകത്ത് ഉൾപ്പെടുന്നവരൊക്കെ അൺസ്കിൽഡ് ലേബറാണ്. മനസ്സിലായില്ലേ? ഈ അൺസ്കിൽഡ് ലേബറാണ് ഇതിൻ്റെയൊക്കെ ഫണ്ടമെന്റൽ കൺസ്ട്രക്ഷനിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസ്കിൽഡ് ആളുകളുടെ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളതിന് പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒന്നും പഠിക്കേണ്ട. ആ പണം ഉപയോഗിച്ച് ആ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ്, ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും ആവശ്യകതയും അതിൻ്റെ ഉൽപ്പാദനവും എങ്ങനെ വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ റൊട്ടി, കപ്പട, മക്കാനെ കുറിച്ച്, ഷെൽട്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഫുഡ്, ഈ 90 ലക്ഷം ജനങ്ങളുടെ ദിനംപ്രതി അല്ലെങ്കിൽ 40 കോടി ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഫുഡുകൾ, ആഹാര രീതി, അതിൻ്റെ ഭക്ഷണം, കുക്കിംഗ്, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ വിതരണം, അതിൻ്റെ സർവീസ്, അത് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്ഥലം, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉപയോഗിക്കുന്ന മാനുഷിക വിഭവശേഷി, ഉപയോഗിക്കുന്ന കൺസംഷൻ മെറ്റീരിയൽസ്, ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം,
ഇതിൻ്റെ എല്ലാം എക്കണോമി അതെല്ലാം നമ്മൾ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളത് പഠിക്കണം. അത് എന്താണ് ഇതുകൊണ്ടുള്ള ആ രംഗത്തു നിന്നുള്ള പ്രയോജനം? ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഞെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്റ്റാർട്ടപ്പ് വെഞ്ചറുകൾ എന്ന് പറയില്ലേ, ചെറുപ്പക്കാർ IT മേഖലയിലുള്ള IT വെഞ്ചറുകൾ, സ്റ്റാർട്ടപ്പ് വെഞ്ചറുകൾ ഇവിടുന്ന് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാക്കുമെന്നാണ് അവരുടെ അസോസിയേഷൻ പറയുന്നത്. അതെങ്ങനെയാണ് സാർ? ഈ സ്റ്റാർട്ടപ്പ് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇന്ന് ആത്മീയ രംഗത്തൊക്കെ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രശാന്തിന് രാവിലെ ചില ഗുഡ് മോർണിംഗ് ഒക്കെ കിട്ടില്ലേ, ചില ഭജനകളും ഒക്കെ ഭജനകൾ കിട്ടും. നമ്മുടെ രാവിലത്തെ സുപ്രഭാതം പോലും ഇതൊക്കെ ഈ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പ് വെഞ്ചറിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ രംഗത്ത് ആത്മീയത, ഓൺലൈൻ പൂജ ആപ്പുകളുണ്ട്, ഓൺലൈൻ വേദപഠന ആപ്പുകളുണ്ട്, ഓൺലൈൻ ട്രാവൽ ആപ്പുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ അക്കോമഡേഷൻ ആപ്പുകൾ, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഓൺലൈൻ കൊമേഴ്സിന്റെ ഒരു വലിയൊരു സാധ്യതകളാണ് ഇവിടെ പ്രയോജനപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് പോലും ആയിരക്കണക്കിന് കോടി രൂപയാണ് അവർ ഈ കുംഭമേളയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു അപ്രതീക്ഷിതമായ ഒരു മേഖല ഞാൻ പറയാം. ഇവിടുത്തെ ബ്രാൻഡുകൾ, സാധാരണ നമ്മുടെ FMCG പ്രോഡക്ട്സിനൊക്കെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, നമ്മൾ ഉപഭോഗ വസ്തുക്കൾക്ക് ബ്രാൻഡ് നെയിംസ് ഉണ്ടല്ലോ. ഈ ബ്രാൻഡുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വലിയ കമ്പനികൾ 3600 കോടി രൂപയാണ് ഈ കുംഭമേളയോടനുബന്ധിച്ച് ചെലവാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 6 സ്നാനഘട്ടങ്ങളുണ്ട്. ഈ 6 സ്നാനഘട്ടങ്ങളിൽ ആയിട്ടാണ് ഈ 40 കോടി ജനങ്ങൾ വരുന്നത്. ഇവർ കാണുക, നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ബോർഡുകൾ, ഈ ബിൽ ബോർഡുകൾ, പരസ്യ ബോർഡുകൾ കാണാറില്ലേ? അപ്പോൾ അവിടെ പ്രകൃതി, ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരസ്യ ബോർഡുകൾ, ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ, മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള പ്രചരണം, ഇതിനുവേണ്ടി 3600 കോടി രൂപയാണ് ഈ കമ്പനികൾ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി കുംഭമേളയോടനുബന്ധിച്ച് മാറ്റിവെച്ചിരിക്കുന്നത്. ITC എന്ന് പറയുന്ന ITC എന്ന് പറയുന്ന കമ്പനിയുടെ അഗർബത്തി ഡിവിഷൻ 1200 കോടി രൂപയുടെ സെയിൽസ് ടേൺ ഓവറാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പ്രാണിയാണ്, ചെറിയ തുകയൊന്നും അല്ല, സാമ്പ്രാണിയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? തീർച്ചയായും. അപ്പോൾ അല്ല സാർ, അവിടെ ഒരു ചെറിയൊരു രസകരമായൊരു കാര്യം, നിസാരം സാമ്പ്രാണിയുടെ വിൽപ്പന തന്നെ 1200 കോടി രൂപ നടക്കുമെങ്കിൽ മറ്റ് പൂജാ സാധനങ്ങളുടെ എത്ര കോടിയായിരിക്കും? പൂജാ സാധനങ്ങളുടെ എപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൂജാ സാധനങ്ങളാണ്. ഈ എണ്ണ മുതൽ ധൂപം, നമ്മൾ ദീപം കൊണ്ടുള്ള ആരാധന, ധൂപം കൊണ്ടുള്ള ആരാധന, പുഷ്പങ്ങൾ കൊണ്ട് ആരാധന, ഇതെല്ലാം ഓരോ ഫലങ്ങൾ കൊണ്ടുള്ള പഴങ്ങൾ, ഇതെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ ഒരു മാർക്കറ്റാണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ ഈ ആത്മീയമായ വിശ്വാസത്തിന് ഈ കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയുമായിട്ട് ചേർത്ത് തന്നെ കാണണം. ഇത് മനുഷ്യന് ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം ആത്മീയമായ സാക്ഷാത്കാരം ആവശ്യമാണ്. ഇത് ഇൻസെപ്പറബിൾ, രണ്ടും കൂടി വേർപെടുത്താനാവില്ല. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. അപ്പോൾ ആത്മീയതയ്ക്കൊപ്പം തന്നെ അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ ഉയരുന്നതിനൊപ്പം തന്നെ ആത്മീയമായ ആവശ്യങ്ങൾ കൂടി വരികയാണ്. അതിൻ്റെ പിന്നിലൊരു മാർക്കറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ പൂജാ സാധനങ്ങൾ, അങ്ങ് പറഞ്ഞ പോലെ പൂജാ സാധനങ്ങൾ, നമ്മൾ ആരാധന നടത്തുന്ന ദീപം കൊണ്ട് ആരാധന, ധൂപം കൊണ്ട് ആരാധന, പുഷ്പങ്ങൾ കൊണ്ട് ആരാധന. ഈ പുഷ്പം കൊണ്ട് ആരാധന നടത്തുന്നതിന് നമുക്കറിയാമല്ലോ, മഹാക്ഷേത്രങ്ങളിലേക്ക് പുഷ്പങ്ങളുടെ ആവശ്യം. അതിൻ്റെ പിന്നിലുള്ള ഈ ഫ്ലവർ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ ഒരു വലിയ വ്യവസായമാണ്, ഒരു അഗ്രികൾച്ചറൽ ബിസിനസ്സാണത്. അപ്പോൾ നമ്മളൊക്കെ ഇതിനെയൊക്കെ നമ്മൾ ശരിയായ സെൻസിൽ നമ്മൾ ഇതിനെയൊക്കെ അനുമോദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. മാറി നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുക, ദുഷ്ടബുദ്ധിയോടെ വിമർശിക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഞാനീ പറഞ്ഞു വന്നത്, ഇവിടെ ധൂപം, ഈ അഗർബത്തി ഡിവിഷൻ്റെ തന്നെ അവരുടെ ഒരു സെയിൽസ് എക്സ്പെക്ടേഷൻ ആണ് പറഞ്ഞത്. ഇനി മറ്റു മേഖലകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വിദേശ സർവകലാശാലകൾ, സാർ അങ്ങനെ കേട്ടു ഒരു വാക്ക്, ഏതോ ഒരു വിദേശ സർവകലാശാല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യയിലെ IIT-കൾ, ഇതൊക്കെയും ഒന്ന് പഠിക്കുകയാണ്. അവർ പഠിക്കുന്നതെന്നറിയോ? ഇത് പറയുന്നത്, ഈ FIFA വേൾഡ് കപ്പ് സംഘടിപ്പിച്ചപ്പോൾ ആ സംഘാടനത്തിൽ ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്നു. അന്നൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ആ പിഴവുകൾ ഇല്ലാതാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ഒരു വിഭാഗം റിസർച്ചേഴ്സിന്, സ്കോളേഴ്സിൻ്റെ. ഈ കോളേജുകളിൽ നിന്ന് സ്റ്റുഡൻസ് അല്ല, റിസർച്ച് അധ്യാപകരെയാണ് ഇവർ അയച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യം യോഗി ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പഠിക്കുന്നത് ഈ 40 കോടി ജനങ്ങൾ വരുന്ന സ്ഥലത്തുണ്ടാകാവുന്ന എപ്പിഡെമിക്സ് ഔട്ട് ബ്രേക്ക്, അതായത് ഒരു പകർച്ചവ്യാധിയുടെ പൊട്ടിപ്പുറപ്പെടൽ, അതെങ്ങനെയാണ്, അതിനെന്ത് മുൻകരുതലാണ് എടുത്തിരിക്കുന്നത്. 1250 കിലോമീറ്റർ നീളത്തിലാണ് ശുദ്ധജല വിതരണത്തിന് പൈപ്പിട്ടിരിക്കുന്നത് ഈ മേഖലയിൽ. ഇതിനൊരു പ്രത്യേക ജില്ലയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ സാർ? കേട്ടിട്ട് സത്യത്തിൽ വലിയ അത്ഭുതം. 400 കിലോമീറ്ററോളം പ്രത്യേകമായ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. 400 കിലോമീറ്റർ നീളത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ആ റോഡിന് മൊത്തം ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ 30 അതിസുരക്ഷാ ബ്രിഡ്ജുകൾ ഈ നദികൾക്ക് കുറുകെ നിർമ്മിച്ചു കഴിഞ്ഞു. 67,000 പുതിയ വെളിച്ചം നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. 2750 സർവേലൻസ് ക്യാമറ ഉപയോഗിച്ചാണ് ഈ ഓരോ മുക്കും മൂലയും നിരീക്ഷിക്കുന്നത്. സുരക്ഷ. അപ്പോൾ ഇങ്ങനെ 40 കോടി ജനങ്ങൾ വരുന്ന സ്ഥലത്തുണ്ടാകാവുന്ന പകർച്ചവ്യാധികളുടെ തടയൽ, ശുദ്ധജല വിതരണം,
ആക്സിഡൻറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം ഫലവത്തായിട്ട് നടപ്പാക്കുന്നതെന്ന് പഠിക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളുകളുടെ ലക്ഷ്യം. സാർ, ഞാൻ ചോദിക്കാൻ വന്നതും അത് തന്നെയാണ്. ഈ പകർച്ചവ്യാധികൾ ഇത്രയും ജനങ്ങൾ ഒത്തുകൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാലിന്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തെങ്കിലും സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ആരോഗ്യ സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ, പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുന്തിയ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലെഡ്ജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഹ്യൂമൻ എക്സ്ക്രീഷൻ, ആ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളത് സംസ്കരിച്ച് അത് പ്രകൃതിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദമായിരിക്കും. പരിസ്ഥിതി അല്പം പോലും നോവിപ്പിക്കാതെയുള്ള ഒരു മഹാമേളയാണ് നടക്കുന്നത്. കാര്യം ഇത് ഈ ആത്മീയം ഈ 144 വർഷത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 12 വർഷത്തിലുള്ള കുംഭമേളയാണെങ്കിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് ഒരിക്കൽ മാത്രമുണ്ടെന്ന പ്രത്യേക മേളയാണിത്. ഇതിൻ്റെ എല്ലാ പരിഭാവനതയും കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ സുരക്ഷയും ഈ പരിശുദ്ധിയും ഒക്കെയും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ കൊമേഴ്ഷ്യൽ ആംഗിൾ മാത്രമല്ല ഇതിന് സംഘടന. ഈ പരിശുദ്ധി നിലനിർത്തുമ്പോൾ തന്നെ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആസ്പെക്ട് വരും. ഇതിനെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയപ്പോഴേ നമ്മുടെ ചൈനീസ് യാത്രികനായിരുന്ന സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് കുംഭമേളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ആത്മീയതയെക്കാട്ടി കൂടുതൽ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. മഹാവിപണന മേള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഓസ്പീഷ്യസ് ഡേയ്സിൽ വളരെ പ്രത്യേകതയുള്ള സുദിനങ്ങളിലാണ് നമ്മൾ പർച്ചേസ് നടത്തുന്നത്. സ്വർണം, വാഹനം, മറ്റു പ്രധാനപ്പെട്ട ഈവൻ വീട്ടമ്മമാർ പാത്രങ്ങൾ വാങ്ങിക്കുന്നത് പോലും. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് കരകൗശല വിദഗ്ധരാണ്. നമ്മളൊരു പ്രദേശത്ത് ടൂറിസ്റ്റ് സന്ദർശിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മേടിക്കുന്ന ആ പ്രദേശത്തിൻ്റെ കരകൗശല വസ്തുക്കളാണ്. സാധാരണ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഈ ആർട്ടിസാൻസിന് ഇത് ഇടനിലക്കാർ വഴി മാത്രമേ കച്ചവടം നടത്താൻ പറ്റൂ. മിഡിൽമാൻ ഇതിനകത്ത് പൈസ പോകും. ഈ മേളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇടപെട്ട് ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയും. ഇതൊരു വലിയ മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്, അപ്രായോഗികമായ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. പക്ഷേ ഇതിവിടെ നടക്കുകയാണ്. ഇതിനെ D2C എന്ന് പറയും, ഡയറക്റ്റ് ടു കസ്റ്റമർ. അങ്ങനെ മാർക്കറ്റിങ്ങിൽ ഈ ഫിലിപ്പ് കോട്ട്ലറൊക്കെയാണ് ഈ സങ്കല്പം കൊണ്ടുവന്നത്. മാർക്കറ്റിങ്ങിൽ അതുൾപ്പെടെ പ്രാവർത്തികമാക്കുന്ന മഹാമേള, ആത്മീയതയും ഭൗതികതയും സമ്പത്തും കുമിഞ്ഞുകൂടുന്ന ഒരു മഹാമേള. തീർച്ചയായിട്ടും സാർ, കേട്ടിട്ട് വലിയ അത്ഭുതം തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു സമ്പത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ആസൂത്രണം, ഞാൻ അതേക്കുറിച്ചാണ് ആലോചിച്ച് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ യോഗി ഒരു സാധാരണ യോഗിയല്ല, അദ്ദേഹം ഒരു രാജർഷിയായ യോഗി തന്നെയാണ്.